IETHSS 25 വർഷങ്ങൾ മികവിൻ്റെ പാതയിൽ. ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ്. IETHSS നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക. നമ്മുടെ നാടിൻ്റെ സാധാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സംസ്ഥാനത്തിൻ്റെ വരുമാനം അത് കൃത്യമായി ഉണ്ടാവുക എന്ന പ്രധാനം. ഈ വരുമാനത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാനം ചെലവിടുന്ന സംഖ്യകൾ കണക്കാക്കിയാൽ നമ്മുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനം അതുമാത്രമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നു. സംസ്ഥാനവും രാജ്യവും കൂടിയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. കാരണം രാജ്യത്തിൻ്റെ ആകെ ചെലവിടുന്നത് മൊത്തം രാജ്യത്ത് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ്. ആ വരുമാനം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ലഭ്യമാകുന്നത്. ലഭിക്കുന്ന വരുമാനത്തിൽ ഒരു ഭാഗം നിശ്ചിതമായ തോതിൽ സംസ്ഥാനത്തിന് തിരിച്ചു നൽകും. അപ്പോൾ സംസ്ഥാനം ഉണ്ടാക്കുന്ന വരുമാനം കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം, അതിനു പുറമെ എടുക്കുന്ന കടം, ഇതെല്ലാമാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനം. പക്ഷേ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചത് സംസ്ഥാനത്തിന് കേന്ദ്രം നൽകേണ്ട വിഹിതം വലിയ തോതിൽ വെട്ടിക്കുറച്ചു. ന്യായമല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. നമ്മൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഇത്തവണ നിവേദനങ്ങൾ നടത്തി, ഫലമുണ്ടായില്ല. പലതരത്തിലുള്ള ഇടപെടലുകൾ ഇവിടെ നടന്നു, ജനങ്ങളുടെ ഇടപെടൽ നടന്നു, പ്രക്ഷോഭം നടന്നു. മന്ത്രിസഭയാകെ ജനപ്രതിനിധികളെല്ലാം കൂടി ഡൽഹിയിൽ പ്രക്ഷോഭം നടത്തുകയുണ്ടായി. രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കളടക്കം പങ്കെടുക്കുന്ന, മുഖ്യമന്ത്രിമാരടക്കം എത്തിച്ചേർന്ന ഒരു പ്രതിഷേധ പരിപാടി. പക്ഷേ ഒന്നിനും അനുകൂല പ്രതികരണം കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായി. അവസാനം നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി കേരളത്തിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വാദം കേൾക്കേണ്ടതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്തിന് വലിയ തോതിൽ വിഷമം അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നിസ്സഹകരണം കാരണം നമുക്കുണ്ടായി എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം സംസ്ഥാനം എടുക്കുന്ന കടമുണ്ട്. ആ കടത്തിൽ ന്യായമായ തോതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കടം അത് തടയുന്ന നിലയും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു. അതിൽ വെട്ടിക്കുറവ്, ന്യായമല്ലാത്ത ഇടപെടലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്. ഇത്രയെല്ലാം പ്രയാസങ്ങൾ ഒരു ഭാഗത്ത്, പ്രതിസന്ധികൾ വേറൊരു ഭാഗത്ത്. ആ ഘട്ടത്തിലാണ് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എല്ലാ മേഖലയും നല്ല രീതിയിൽ മുന്നോട്ട് പോയി എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ ഭാഗമായി ദേശീയ തലത്തിൽ അതിൻ്റെതായ അംഗീകാരം സംസ്ഥാനത്തിന് വിവിധ മേഖലകളിൽ ലഭിക്കുകയുമാണ്. എങ്ങനെയാണ് ഈ തരത്തിൽ നമുക്ക് മെച്ചപ്പെട്ടൊരു സാഹചര്യം
ഇത്രയും പ്രതിസന്ധികളും സഹകരണം വേണ്ടതിന് പകരം നിസ്സഹകരണവുമെല്ലാം ഉണ്ടായിട്ട് നമുക്ക് വിജയകരമായ പദ്ധതി നിർവഹണവും മറ്റും നടത്താൻ കഴിഞ്ഞു. അത് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തുന്നതിനുള്ള ഇടപെടലുകൾ നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞത് നമ്മുടെ നാടിൻ്റെ തനത് വരുമാനം നല്ലതുപോലെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെന്നുകൊണ്ട് ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപാദനം മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. 2023-24 എടുത്താൽ 72.84% തനത് വരുമാനം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ വരുമാനത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ വർധനവ് അതുകൊണ്ടാണ് പ്രതിസന്ധിയുടെ എല്ലാം ഭാഗമായി നമ്മൾ പുറകോട്ട് പോകാതിരുന്നത്. ഇവിടെ ഒരു 3 വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ തനത് നികുതി വരുമാനം 3 വർഷം മുൻപ് 47,000 കോടി രൂപയായി. ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് 300-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ 1 വർഷത്തെ ഏവിയേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, മോണ്ടിസോറി TTC കോഴ്സുകൾക്കൊപ്പം 3 വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം. അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി. പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്ങും, മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും. യോഗ്യത +2 ഡിഗ്രി, +2 തോറ്റവർക്കും അപേക്ഷിക്കാം. 2025-2026 ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. ബ്രാഞ്ചസ് തിരൂർ, വളാഞ്ചേരി, ചെമ്മാട്, എടപ്പാൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8075764120, 79026380001, 9946653040.